വെള്ളാപ്പള്ളി നടേശനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. എസ്.എൻ. ട്രസ്റ്റിന്റെയും യോഗത്തിന്റെയും കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിയമനം നടത്തിയത് വഴി 220 കോടിയോളം രൂപ വെള്ളാപ്പള്ളി കോഴ വാങ്ങിയെന്ന് വി.എസ്. അച്യുതാനന്ദൻ ആരോപിക്കുന്നു. കോഴ വാങ്ങി നടത്തിയ നിയമനങ്ങൾക്ക് പൊതുഖജനാവിൽ നിന്ന് ശമ്പളം നൽകുന്നത് കൊണ്ട് വാങ്ങിയ പണത്തിന്റെ കണക്ക് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ടെന്നും വി.എസ്. എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. വാങ്ങിയ പണം സ്വിസ് ബാങ്കിലല്ലെങ്കിൽ മറ്റെവിടെ നിക്ഷേപിച്ചുവെന്ന് നടേശൻ വ്യക്തമാക്കണമെന്നും വി.എസ്. ആവശ്യപ്പെടുന്നു. ഗുരുവിന്റെ ദർശനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് സംഘികളുമായി കൂട്ടുകൂടാൻ വെള്ളാപ്പള്ളിയും മകനും വെമ്പൽ കൊള്ളുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വി.എസിന്റെ ലേഖനം ആരംഭിക്കുന്നത്. കോഴ വാങ്ങിയ കണക്കിന്റെ കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നടേശൻ കൃത്യമായ കണക്ക് പറഞ്ഞാൽ മതിയെന്ന് വി.എസ്. അച്യുതാനന്ദൻ ലേഖനത്തിൽ പറയുന്നു. മാത്രമല്ല, കോഴപ്പണം നിക്ഷേപിച്ചിരിക്കുന്നത് സ്വിസ് ബാങ്കിലല്ലെങ്കിൽ മറ്റെവിടെയാണെന്ന് നടേശൻ വ്യക്തമാക്കണമെന്നും വി.എസ്. ആവശ്യപ്പെടുന്നു. താൻ ചോദിച്ചത് എസ്.എൻ. ട്രസ്റ്റിന്റെയും യോഗത്തിന്റെയും കണക്കുകളല്ല, മറിച്ച് ഇരു സ്ഥാപനങ്ങളുടെയും കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തിയ നിയമനങ്ങൾക്കും വിദ്യാർത്ഥി പ്രവേശനത്തിനും വാങ്ങിയ കോഴപ്പണത്തിന്റെ കണക്കുകളെ കുറിച്ചാണ്. നടത്തിയ നിയമനങ്ങളുടെ കണക്കുകളും വി.എസ്. ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 1996 മുതൽ 2013 വരെ 904 നിയമനങ്ങളാണ് SNDPയുടെ സ്ഥാപനങ്ങളിൽ നടന്നത്. ഒരു നിയമനത്തിന് 20 ലക്ഷം രൂപ വെച്ച് 180 കോടിയോളം രൂപയാണ് നടേശൻ കോഴ വാങ്ങിയതെന്ന് വി.എസ്. ആരോപിക്കുന്നു. 2014 100 ലെക്ചർമാരെ നിയമിച്ചത് വഴി 40 കോടിയോളം രൂപ കോഴ വാങ്ങിയെന്നും വി.എസ്. ആരോപിക്കുന്നുണ്ട്. കണക്കുകൾ SNDPയുടെ ഡയറക്ടർ ബോർഡിൽ ബോധിപ്പിക്കുന്നുവെന്ന വെള്ളാപ്പള്ളിയുടെ ന്യായത്തെയും വി.എസ്. കണക്കിന് പരിഹസിക്കുന്നുണ്ട്. ബോർഡിലുള്ളത് വെള്ളാപ്പള്ളിയും ഭാര്യയും മക്കളും മരുമക്കളും ബന്ധുക്കളുമാണെന്നും അവിടെ കണക്കുകൾ ബോധിപ്പിച്ച് പാസാക്കിയിട്ട് കാര്യമില്ലെന്നും വി.എസ്. പറയുന്നു. കോഴ വാങ്ങി നടത്തിയ നിയമനങ്ങൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം നൽകുന്നത് കൊണ്ട് കണക്കുകൾ പൊതുജനത്തിന് അറിയാൻ അവകാശമുണ്ടെന്നും വി.എസ്. വ്യക്തമാക്കുന്നു. രാഷ്ട്രീയത്തിലിറങ്ങാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ പണം കൈകാര്യം ചെയ്യുന്നത് സുതാര്യമായിട്ടാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നടേശന് ഉത്തരവാദിത്തമുണ്ടെന്നും വി.എസ്. ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തന്നെ തെരുവിൽ കിടക്കുന്നവനെന്ന് വിളിച്ച വെള്ളാപ്പള്ളിക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് വി.എസ്. തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. താൻ ഉൾപ്പെടെയുള്ളവർ തെരുവിലും പാടത്തും പറമ്പിലും കിടന്ന് അടിവാങ്ങിയിട്ടാണ് നടേശനെ പോലെയുള്ളവർ നെഞ്ചുവിരിച്ചു നിൽക്കുകയും വായിൽ തോന്നുന്നത് പറയുകയും ചെയ്യുന്നതെന്ന് മറക്കരുത്. ഇത് പറഞ്ഞുകൊണ്ടാണ് വി.എസ്. തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.